ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 283 പേർക്ക്. ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവാണിത്. 263 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പോസിറ്റീവായത്. 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഒരു ആരോഗ്യ പ്രവർത്തകനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 10 പേർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 65 പേർ രോഗവിമുക്തി നേടി. നിലവിൽ 3067 പേരാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സൽജി ഇട്ടിത്തോപ്പ് ചേരുന്നു. സൽജി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജില്ലയിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് 250 കഴിഞ്ഞു. ഇന്നലെ 283 പേർക്കാണ് കോവിഡ്-19 പോസിറ്റീവായത്. ജില്ലയിലെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 283 പേർക്ക്. 263 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 8 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. മാങ്കുളം, കുഞ്ചിത്തണ്ണി, വെള്ളത്തൂവൽ, കരിമ്പൻ, വണ്ടൻമേട്, കൊക്കയാർ, പീരുമേട് സ്വദേശികളുടെ രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത്. ഒരു ആരോഗ്യ പ്രവർത്തകനും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 10 പേർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഉൾപ്പെടെ 283 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. നെടുങ്കണ്ടത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 45 പേർക്കാണ് നെടുങ്കണ്ടത്ത് മാത്രം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ 29 പേർക്കും കരുണാപുരത്ത് 30 പേർക്കും അടിമാലിയിൽ 11 പേർക്കും ഇന്നലെ രോഗം പിടികൂടിയിട്ടുണ്ട്.